തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഇമാം പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി പെൺകുട്ടിയുടെ മാതാവ്. പെൺകുട്ടിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഹേബിയസ് കോർപ്പസ് നൽകിയത്. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, വിശദാംശങ്ങൾ എന്താണ്? തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഇമാം പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി പെൺകുട്ടിയുടെ മാതാവ് എത്തിയിരിക്കുന്നു. പെൺകുട്ടിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഹേബിയസ് കോർപ്പസ് നൽകിയത്. പെൺകുട്ടിയുടെ സംരക്ഷണം മാതാപിതാക്കളെ ഏൽപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലാണ് ഇപ്പോൾ കുട്ടി ഉള്ളത്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ കുട്ടിയെ വിട്ടുകിട്ടണമെന്ന ആവശ്യമാണ് മാതാവ് ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് പ്രസക്തിയാണ് ഈ ഹേബിയസ് കോർപ്പസ് ഹർജിക്കുള്ളത്? പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പ്രതിക്ക് വേണ്ട പിന്തുണ മാതാവും ഒപ്പം ഇളയച്ചനടക്കമുള്ളവരും നൽകുന്നുവെന്ന ആരോപണം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പെൺകുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസ് സംരക്ഷണ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പെൺകുട്ടിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അമ്മ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. തനിക്ക് മകളെ കാണാൻ കഴിയുന്നില്ല, മകൾ എവിടെയാണ് എന്നതിനെ കുറിച്ച് തനിക്ക് കൃത്യമായ വിവരങ്ങളില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ മകളെ ഹാജരാക്കണം കോടതിയിൽ ഹാജരാക്കണം എന്ന ഒരു ആവശ്യമാണ് അമ്മയുടെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സംബന്ധിച്ച് പോലീസിനോട് വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ ഈ പീഡനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിനും പെൺകുട്ടി പ്രതിക്കെതിരെ മൊഴി നൽകാതിരിക്കുന്നതിനും വലിയ പ്രേരണ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ആരോപണം ഉയർന്നിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ പോലും അന്വേഷണം നടക്കും എന്ന ഒരു ഘട്ടത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നാടകീയമായി പെൺകുട്ടിയെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് അമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അനീഷ്, പോക്സോ കേസാണ്. ഈ അമ്മയ്ക്ക് ആ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന സംശയമുണ്ട്. പിതാവ് ഗൾഫിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പെൺകുട്ടിയുടെ സുരക്ഷ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യം ഏതെങ്കിലും വിധത്തിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയില്ല. കാരണം കോടതിയിൽ ഇന്ന് ഹർജി ഫയൽ ചെയ്ത സാഹചര്യമുള്ളൂ. ഇതേക്കുറിച്ച് വിശദമായ വാദങ്ങൾ ഇനി നടക്കേണ്ടി വരും. സർക്കാരെ സംബന്ധിച്ച വിശദീകരണം ഔദ്യോഗികമായി തന്നെ നൽകേണ്ടി വരും. ഇതിൽ സർക്കാർ പ്രധാനമായും പറയുന്ന ഒരു വാദം ഈ രക്ഷകർത്താക്കൾക്ക് അടക്കം എതിരെ അന്വേഷണം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇമാമിനെതിരെ മൊഴി നൽകാതിരിക്കാൻ അമ്മയും ഇളയച്ചനും നിർബന്ധിച്ചെന്ന് പെൺകുട്ടി നേരത്തെ ചൈൽഡ് ലൈന് മൊഴി നൽകിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാവും കാര്യങ്ങൾ പരിഗണിക്കുക. ഒരുപക്ഷെ തിരിച്ചു വീണ്ടും അവരുടെ അടുത്തേക്ക് ചെന്നാൽ മൊഴി മാറ്റുന്നതിനുള്ള പ്രേരണ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന വാദമായിരിക്കും പോലീസ് മുന്നോട്ട് വെക്കുക. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.